അദ്വൈതമാണ് ഹിമാലയം മുതൽ കന്യാകുമാരി വരെയുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാവ്. അതുകൊണ്ടാണ് നമുക്ക് എല്ലാ മതങ്ങളെയും വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളാൻ പറ്റുന്നത്. അങ്ങനെയാണ് നമ്മുടെ രാജ്യം ഒരു സെക്കുലർ രാജ്യമായത്. എന്നിലുള്ള ഈശൻ തന്നെയാണ് എല്ലാവരിലും എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്നത് എന്ന അറിവ് വാസ്തവത്തിൽ ജ്ഞാനമാണ്. 12 വർഷങ്ങളിൽ ഇടവിട്ട് യുപിയിലുള്ള പ്രയാഗ്രാജ്, ഉത്തരാഖണ്ഡിലുള്ള ഹരിദ്വാർ, മഹാരാഷ്ട്രയിലുള്ള നാസിക്, മധ്യപ്രദേശിലുള്ള ഉജ്ജയിനിയിലാണ് കുംഭമേള നടക്കുക. കഴിഞ്ഞ വർഷം പ്രയാഗ്രാജിൽ മഹാകുംഭമേള ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 ശിവരാത്രി വരെയായിരുന്നു. കോടിക്കണക്കിന് വിശ്വാസികളും യോഗികളും നാഗസന്യാസികളും ഗംഗയിൽ മുങ്ങി ശിവ ഊർജം ഉൾക്കൊണ്ട് അനുഗ്രഹീതരായി. ഐതിഹ്യമനുസരിച്ച് കേരളത്തിലും ഗംഗയുടെ സാന്നിധ്യം ബ്രഹ്മ തപസ്സിലൂടെ കൊണ്ടുവന്നു. അതാണ് നിളാനദിയായ ഭാരതപ്പുഴ. ഗംഗ ഒഴുകുന്നിടത്തെല്ലാം ശിവസാന്നിധ്യം ഉണ്ടല്ലോ. അങ്ങനെ ബ്രഹ്മ തപസ്സനുഷ്ഠിച്ച തവനൂരിലും ഉണ്ട്. അടുത്തടുത്ത് ശിവനും ബ്രഹ്മാവും, അക്കരയിൽ നവാമുകുന്ദനും. അങ്ങനെ ശൈവ വൈഷ്ണവ വിശ്വാസികൾക്ക് പ്രധാനപ്പെട്ടതാണ് ഈ തവനൂരും ഭാരതപ്പുഴയും തിരുനാവായയും. ഈ വർഷം ഇന്ത്യയിലെ ഏറ്റവും പഴമയുള്ള വലിയ ജൂന അഖാഡയിലെ കേരള ശാഖയിലെ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതിയുടെ നേതൃത്വത്തിലാണ് തവനൂർ மற்றும் തിരുനാവായയ്ക്കിടയിൽ ഒഴുകുന്ന നിലാനദി ഭാരതപ്പുഴയിൽ ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെ കേരള കുംഭമേള മഹോത്സവം നടക്കുന്നത്. അതിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും ലഭിച്ചു. കഴിഞ്ഞ 25/1/26 ഞായറാഴ്ച ഞങ്ങൾ തവനൂർ ശിവക്ഷേത്രത്തിലും ബ്രഹ്മക്ഷേത്രത്തിലും കയറി തൊഴുതു. പിന്നെ നിളാനദിയുടെ വിശാലമായ മണൽപ്പരപ്പിലൂടെ യാഗശാലയിലേക്ക് നടന്നു നീങ്ങി. ഞങ്ങൾ വർണ്ണശബളമായ ഒരു ഘോഷയാത്ര എതിരെ. മാതാ അമൃതാനന്ദമയി ഭക്തരുടെയായിരുന്നു അത്. യാഗശാലയിൽ ഉടുമലപ്പേട്ട തിരുമൂർത്തിമലയിൽ നിന്നും കൊണ്ടുവന്ന മഹാമേരുവിനെ കണ്ട് വണങ്ങി. യാഗശാലയിൽ യാഗവും കുംഭവും പ്രാർത്ഥനയിൽ മൂഴ്കിയ മഹാമണ്ഡലേശ്വരെയും കണ്ടു. സ്നാനത്തിനായി കയറ് കെട്ടി തിരിച്ച പുഴയുടെ ഭാഗത്തിൽ 100 കണക്കിന് ആളുകൾ മുങ്ങിക്കുളിക്കുന്നു. ഞാനും അരുണും മുങ്ങി അസ്തമസൂര്യനെ വണങ്ങി നമഃശിവായ ചൊല്ലി നിള ആരതിക്കായി കാത്തിരുന്നു. കാശിയിൽ നിന്നും വന്ന 7 കാശ്മീരി പണ്ഡിറ്റുകൾ ഗംഗ ആരതി പോലെ നിള ആരതി നടത്തി. മനസ്സിൽ ശിവമന്ത്രം. നിള ആരതി കഴിഞ്ഞ് തവനൂർ ഭാഗത്തേക്ക് ഞങ്ങളെല്ലാവരും നടന്നു. തിരുനാവായ ഭാഗത്തേക്ക് പുതിയതായി സ്ഥാപിച്ച താൽക്കാലിക പാലത്തിലൂടെ വേണം പോകാൻ. നല്ല തിരക്കുണ്ട്. തവനൂർ ശിവക്ഷേത്രത്തിൻ്റെ അടുത്തും നിള ആരതി ഉണ്ട്. അവിടെ ഞങ്ങൾ തിരുവാതിരക്കളിയും കണ്ട് യാത്രയായി. വഴിയിൽ ഭക്ഷണവും കഴിച്ച് ഞങ്ങളെല്ലാവരും വീട്ടിലെത്തിയപ്പോൾ 1 മണി കഴിഞ്ഞിരുന്നു.